ഓം ശാന്തി. 10/9/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, മായയെ വശപ്പെടുത്താനുള്ള മന്ത്രമാണ് മന്മനാഭവ. ഈ മന്ത്രത്തിൽ എല്ലാ പ്രത്യേകതകളും അടങ്ങിയിട്ടുണ്ട്. ഈ മന്ത്രം നിങ്ങളെ പവിത്രമാക്കി മാറ്റുന്നു. മായയെ ജയിക്കുക അർത്ഥം തൻ്റെ മനസ്സിനെ ജയിക്കുക എന്നാണ്. മനസ്സിനെ ജയിക്കുന്നതിന് മന്മനാഭവ മന്ത്രമാണ് ഏറ്റവും നല്ലത്. ലോകർ ജപിക്കുന്നത് പോലെയല്ല നാം ഇവിടെ ചെയ്യുന്നത്. ഇവിടെ മന്ത്രം എന്നുദ്ദേശിക്കുന്നത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതാണ്. മന്മനാഭവ എന്നാൽ മനസ്സ് ബാബയിൽ വയ്ക്കൂ. എല്ലായ്പ്പോഴും ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. ഈ ഓർമ്മയിൽ തന്നെയാണ് എല്ലാ പ്രത്യേകതകളും അടങ്ങിയിട്ടുള്ളത്. ഓർമ്മയിലൂടെ നാം പവിത്രമായി തീരുന്നു, പാപം ഭസ്മമാകുന്നു, നമ്മുടെ ഗുണനിലവാരം ഉയരുന്നു, നമുക്ക് ഉയർന്ന പദവി ലഭിക്കുന്നു, ഒപ്പം നമ്മുടെ സമ്പാദ്യം ശേഖരിക്കപ്പെടുന്നു. അതിനാൽ ഈ മന്ത്രത്തിലൂടെ തന്നെയാണ് നാം പവിത്രമായി തീരേണ്ടത്. ചോദ്യം: ആത്മാവിൻ്റെ സുരക്ഷിതത്വത്തിനായുള്ള നമ്പർ 1 മാർഗം എന്താണ്? എങ്ങനെ? ഉത്തരം: ഓർമ്മയുടെ യാത്ര തന്നെയാണ് സേഫ്റ്റിയുടെ നമ്പർ 1 മാർഗം. എന്തുകൊണ്ടെന്നാൽ ഈ ഓർമ്മയിൽ തന്നെയാണ് നിങ്ങളുടെ ക്യാരക്ടർ മെച്ചമാകുന്നത്, നിങ്ങൾ മായയുടെ മേൽ ജയം പ്രാപ്തമാക്കുന്നത്. ഓർമ്മയിലൂടെ പതീത കർമ്മേന്ദ്രിയങ്ങൾ ശാന്തമായി തീരുന്നു. ഓർമ്മയിൽ തന്നെയാണ് ബലം വരുന്നത്. ജ്ഞാന വാളിൽ ഓർമ്മയുടെ മൂർച്ച വേണം. ഓർമ്മയിലൂടെയാണ് മാധുര്യമുള്ളവരും സത്വപ്രധാനവുമാകുന്നത്. ആരെയും പിണക്കുകയും ഇല്ല. ഇതിനാൽ ഓർമ്മയുടെ യാത്രയിൽ ദുർബലരാകരുത്. സ്വയം തന്നോട് ചോദിക്കണം, നാം എവിടം വരെ ഓർമ്മയിലിരിക്കുന്നു എന്ന്. ബാബ ഓർമ്മയുടെ യാത്രയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. നമ്മുടെ സുരക്ഷിതത്വത്തിനുള്ള ഏറ്റവും മുഖ്യമായ മാർഗം ഓർമ്മയുടെ യാത്രയാണ്. എന്തുകൊണ്ടെന്നാൽ ഓർമ്മയുടെ യാത്രയിലൂടെ നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെടുന്നു, മെച്ചപ്പെട്ടതാകുന്നു, പഴയ സ്വഭാവ സംസ്കാരങ്ങൾ നശിക്കുന്നു. മാത്രമല്ല മായയുടെ മേൽ നാം ജയം പ്രാപ്തമാക്കുന്നു. മായ എന്നാൽ 5 വികാരങ്ങൾ. 5 വികാരങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുകയോ പെരുമാറുകയോ ചെയ്യാതെ അവയെ പൂർണ്ണമായും ഭസ്മമാക്കുന്നു. ഓർമ്മയിലൂടെ ഈ 5 കർമ്മേന്ദ്രിയങ്ങളും 3 ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം ശാന്തമാകുന്നു. എത്രത്തോളം കർമ്മേന്ദ്രിയങ്ങൾ ശാന്തമാകുന്നുവോ അത്രയും ആത്മാരാജാവിന് ഈ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എളുപ്പമായി തീരുന്നു. ഓർമ്മയിലൂടെയാണ് ഈ ശക്തി നമ്മളിൽ വരുന്നത്. ജ്ഞാനമാകുന്ന വാളിനും യോഗമാകുന്ന മൂർച്ച ആവശ്യമാണ്. നാം ജ്ഞാനം മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഓർമ്മയുടെ യാത്ര സഹജമാകുന്നത്. ഓർമ്മയുടെ ശക്തി കൂടുന്നതിനനുസരിച്ച് നാം മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നതിൽ ശക്തി നിറയുകയും ചെയ്യുന്നു. ഓർമ്മയിലൂടെയാണ് നമ്മൾ ആത്മാക്കൾ ശുദ്ധവും ശ്രേഷ്ഠവുമായി തീരുന്നത്. മാധുര്യമുള്ളവരും സത്യയുഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിലേക്കും വരുന്നത് ഓർമ്മയിലൂടെയാണ്. ആ സമയം നാം ആരെയും ഒരിക്കലും പിണക്കില്ല. അറിഞ്ഞോ അറിയാതെയോ പോലും ആരും പിണങ്ങില്ല. ഈ എല്ലാ ലാഭവും ഓർമ്മയുടെ യാത്രയിലൂടെ നമ്മൾക്കുണ്ടാകുന്നു. ഇതിനാൽ ബാബ പറയുന്നു, ഓർമ്മയുടെ യാത്രയിൽ ഒരിക്കലും ദുർബലരാകരുത്. സ്വയം ചെക്ക് ചെയ്യണം, നാം എത്രത്തോളം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ട്, എത്ര ഇരുന്ന് യോഗം ചെയ്യുന്നു, എത്ര കർമ്മം ചെയ്തുകൊണ്ടും യോഗം ചെയ്യുന്നു. യോഗം ചെയ്യുക എന്നാൽ ഇരുന്ന് ചെയ്യണം എന്നുദ്ദേശ്യമില്ല.
എന്നാൽ മനസ്സിന്റെ കണക്ഷൻ എപ്പോഴും ബാബയോട് ആയിരിക്കണം. ലോകത്തിലുള്ള വ്യക്തികളോടോ കാര്യങ്ങളിലോ ആയിരിക്കരുത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വളരെ മാധുര്യമുള്ള അന്തരീക്ഷമുണ്ടാക്കണം. ആരും പിണങ്ങരുത്. ബാബയ്ക്ക് സമാനം വിദേഹിയാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഓർമ്മയുടെ ബലത്തിലൂടെ തന്റെ സ്വഭാവം മധുരമുള്ളതും കർമ്മേന്ദ്രിയങ്ങൾ ശാന്തവും ആക്കണം. 2. സദാ ഈ ലഹരിയിലിരിക്കണം. ഇപ്പോൾ നമ്മൾ സംഗമയുഗികളാണ്, കലിയുഗികളല്ല. ബാബ നമ്മെ പുതിയ വിശ്വത്തിന്റെ അധികാരി ആക്കുന്നതിന് പഠിപ്പിക്കുകയാണ്. അശുദ്ധ സങ്കല്പങ്ങൾ സമാപ്തമാക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, അന്തരീക്ഷം മാധുര്യം നിറഞ്ഞത് ആകണം. നമ്മൾ ആത്മാക്കളുടെ എന്താണോ മനോഭാവം, അതിനനുസരിച്ചാണ് അന്തരീക്ഷം ഉണ്ടാകുന്നത്. അന്തരീക്ഷം മാധുര്യം നിറഞ്ഞതാകണമെങ്കിൽ നമ്മളുടെ മനോഭാവം മാധുര്യം നിറഞ്ഞത് ആകണം. അങ്ങനെയുള്ള അന്തരീക്ഷമുണ്ടെങ്കിൽ ആർക്കും പിണങ്ങണമെന്ന് തോന്നില്ല. എന്തു തന്നെ പരിതസ്ഥിതിയായാലും അത് രമ്യതയിൽ തന്നെ തീരും. ഒപ്പം ബാബയ്ക്ക് സമാനമാകുന്നതിന് വിദേഹി ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. വിദേഹി ആകുക എന്നാൽ ഈ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓർമ്മയുടെ ബലത്തിലൂടെയാണ് നമ്മുടെ സ്വഭാവം മാധുര്യമുള്ളത് ആകുന്നത്. അതായത് നെഗറ്റീവിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. ഒപ്പം കർമ്മേന്ദ്രിയങ്ങളും ശാന്തമാകുന്നു. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം, നാം കലിയുഗി ആത്മാക്കളല്ല, സംഗമയുഗത്തിലെ ബ്രാഹ്മണ കുട്ടികളാണ്, ബാബയുടെ കുട്ടികളാണ്. ഈ ഓർമ്മയുണ്ടെങ്കിൽ ഇതിനനുസരിച്ചുള്ള ലഹരിയും ഉണ്ടായിരിക്കും. നമ്മളിവിടെ പഠിക്കുകയാണ്, അതും വിശ്വത്തിൻ്റെ അധികാരി ആകുന്നതിന് പഠിക്കുകയാണ്. സ്വയം ഭഗവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് ഓർമ്മയുണ്ടെങ്കിൽ എല്ലാ അശുദ്ധ സങ്കല്പങ്ങളും സമാപ്തമാകും. വരദാനം: അകാല സിംഹാസനത്തിലും ഹൃദയ സിംഹാസനത്തിലും ഇരുന്ന് സദാ ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്ന കർമ്മയോഗിയായി ഭവിക്കട്ടെ. ഈ സമയം താങ്കൾ എല്ലാ കുട്ടികൾക്കും 2 സിംഹാസനം ലഭിക്കുന്നു. ഒന്ന് അകാല സിംഹാസനം, രണ്ടാമത്തേത് ഹൃദയ സിംഹാസനം. എന്നാൽ ആരുടെ രാജ്യമാണോ അവരാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. എപ്പോഴാണോ അകാല സിംഹാസനസ്ഥരാകുന്നത് അപ്പോൾ സ്വരാജ്യ അധികാരിയാണ്. ബാബയുടെ ഹൃദയ സിംഹാസനസ്ഥരാകുമ്പോൾ ബാബയിൽ നിന്നുള്ള സമ്പത്തിന് അധികാരിയാകുന്നു. ഇതിൽ രാജ്യഭാഗ്യം മുഴുവനും എത്തുന്നു. കർമ്മയോഗി അർത്ഥം 2 സിംഹാസനത്തിലും ഇരിക്കുന്നവർ. ഇങ്ങനെയുള്ള സിംഹാസനസ്ഥരായ ആത്മാവിൻ്റെ ഓരോ കർമ്മവും ശ്രേഷ്ഠമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും നിയമത്തിനും ഓർഡറിനും അനുസരിച്ചിരിക്കുന്നു. ഈ സംഗമയുഗത്തിൽ നമ്മൾ കുട്ടികൾക്ക് 2 സിംഹാസനമുണ്ട്. ഒന്ന് ആത്മാവിൻ്റെ ഭൃകുടിയാകുന്ന സിംഹാസനം, അതായത് അകാല സിംഹാസനം. രണ്ടാമത്തേത് ബാബയുടെ ഹൃദയമാകുന്ന സിംഹാസനം. ആരാണോ ഭൃകുടിയാകുന്ന സിംഹാസനത്തിലിരിക്കുന്നത് അവരാണ് സ്വരാജ്യാധികാരി. ആരാണോ ബാബയുടെ ഹൃദയ സിംഹാസനത്തിലിരിക്കുന്നത് അവർ ബാബയുടെ എല്ലാ സമ്പത്തിനും അധികാരിയാണ്. അതിൽ രാജ്യഭാഗ്യവും ഉൾപ്പെടുന്നു. ഈ 2 സിംഹാസനത്തിലും ഇരിക്കുന്നവരെയാണ് കർമ്മയോഗി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആത്മാവിൻ്റെ ഓരോ കർമ്മവും ശ്രേഷ്ഠമായിരിക്കും. കാരണം അവരുടെ ഓരോ കർമ്മേന്ദ്രിയവും നിയമം അനുസരിച്ച് ആയിരിക്കും. സ്ലോഗൻ: ആര് സ്വമാനത്തിൻ്റെ സീറ്റിൽ സദാ സെറ്റായിരിക്കുന്നുവോ അവരാണ് ഗുണവാനും മഹാനും.
ആര് സ്വമാനത്തിലിരിക്കുന്നുവോ അവർക്കാണ് ബഹുമാനം എന്താണെന്നറിയാവുന്നത്, മറ്റുള്ളവർക്ക് നൽകാനും സാധിക്കുന്നത്. അവരെ തന്നെയാണ് ഗുണവാനെന്നും മഹാനെന്നും പറയുന്നത്. ഓം ശാന്തി.